പ്രൊഫസർ എം എൻ കാരശ്ശേരി, താങ്കൾ ഈ പോലീസ് നടപടി എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരു CIക്ക് ഏതെങ്കിലും തരത്തിൽ തോന്നിയ വിവരക്കേട് എന്നതിനപ്പുറത്ത് എന്തെങ്കിലും ധ്വനികൾ അതിലുണ്ടോ? വേണു, ഇതിപ്പോൾ ഒരു പുതിയ സംഭവം അല്ലല്ലോ. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി. മഹാരാജാസ് കോളേജിലെ ഒരു പ്രശ്നം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വിദ്യ എന്ന പേരായിട്ട് SFIയുടെ ഒരു നേതാവ് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടി എന്നുള്ള ഒരു പ്രശ്നം വന്നു. ഇത് അന്വേഷിക്കാൻ വേണ്ടി മഹാരാജാസ് കോളേജിൽ ചെല്ലുകയാണ് ഏഷ്യാനെറ്റിൻ്റെ അഖില നന്ദകുമാർ എന്നുള്ള റിപ്പോർട്ടർ. അപ്പോൾ അവർ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ KSU പ്രവർത്തകരായ ഒരാൾ ഇവരോട് പറയുന്നു, ഇതല്ല കേസ്, ഇതിനേക്കാൾ വലിയ കേസുണ്ട്. എന്താണത്? അത് SFIയുടെ സംസ്ഥാന നേതാവ് സെക്രട്ടറി ആർഷോ എഴുതാത്ത പരീക്ഷ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരത് കേട്ടിട്ടില്ല, ആരും കേട്ടിട്ടില്ല, അങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തു. കാരണം പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യണ്ടേ, കാരണം ലൈവായിട്ട് പോകുന്നൊരു സാധന. അത് കഴിഞ്ഞിട്ടുണ്ടായ എന്താണെന്ന് വെച്ചാൽ, ആർഷോ എഴുതാത്ത പരീക്ഷ ജയിക്കാൻ വേണ്ടി, അയാൾ ജയിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ആരൊക്കെ? അവിടുത്തെ പ്രിൻസിപ്പൽ, അവിടുത്തെ ഇതിൻ്റെ കോർഡിനേറ്റർ വിനോദ് കുമാർ, പിന്നെ വേറെ ചില KSU നേതാക്കന്മാർ. അതിൽ ഒരു ഗൂഢാലോചനക്കാരത്തിയായിട്ട് അഖില നന്ദകുമാറിനെ ചേർത്തു. ആലോചിച്ച് നോക്കൂ, ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയാൽ നമുക്ക് മനസ്സിലാവും. എഴുതാത്ത പരീക്ഷ ആർഷോവിനെ ജയിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയാണ്. ആരൊക്കെ ഗൂഢാലോചന? പ്രിൻസിപ്പൽ, കോർഡിനേറ്റർ, KSU നേതാക്കന്മാർ, പിന്നെ ഈ അഖില നന്ദകുമാർ. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, മീഡിയയെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇപ്പോൾ നവകേരളം എന്നവർ വിളിക്കുന്നത് 2016 തൊട്ട് ഇങ്ങോട്ടുള്ള കേരളമാണല്ലോ. കാരണം ചരിത്രം മാറുകയാണല്ലോ, ചരിത്രം മാറി. അതിൽ ഒരു മാറ്റം എന്താണെന്ന് വിചാരിച്ചാൽ, മാധ്യമ വിരോധം എന്നുള്ളത് പിണറായിയുടെ ഒരു മുഖമുദ്രയാണ്. ഇവിടെ CPMകാരായ മുഖ്യമന്ത്രിമാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിലിപ്പോൾ ഏറ്റവും അധികം കാലം ഭരിച്ച ഒരാൾ നായനാരാണ്. അദ്ദേഹം ഏറ്റവും സൗഹാർദ്ദത്തോടു കൂടി തോളിൽ കൈയിട്ട് ചിരിച്ച് കളിച്ചാണ് മാധ്യമക്കാരോട് പറയുക. ഇടയ്ക്ക് അദ്ദേഹം ദേഷ്യം വന്നാൽ ചീത്തയൊക്കെ പറയും. പക്ഷേ അത് തന്നെയോ തൻ്റെ പാർട്ടിയെയോ തറ പറ്റിക്കാൻ വേണ്ടി, പാര വയ്ക്കാൻ വേണ്ടി നടക്കുന്ന ശത്രുക്കളാണ് അവർ എന്നുള്ള നിലയ്ക്ക് നായനാർ ഒരിക്കലും പെരുമാറിയിട്ടില്ല. VS അച്യുതാനന്ദൻ പെരുമാറിയിട്ടില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന EMS പെരുമാറിയിട്ടില്ല. അങ്ങനെ ആരൊക്കെ? അപ്പോൾ ഇത് CPM വിരോധമാണ്, കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് എന്നൊക്കെ പറയും. ഇത് നമ്മൾ വിമർശിക്കാൻ പാടില്ല. അപ്പോൾ എപ്പോഴും അതേപ്പോൾ മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് ആളുകൾ ഒരിക്കലും മറക്കാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വിനീതയ്ക്കെതിരായിട്ട് വന്ന കേസിനെ പറ്റി ഞാൻ വിചാരിക്കുന്നത്, മാധ്യമക്കാരെ മുഴുവൻ വരട്ടുകയാണ്. അതിൽ വലിയ തമാശ എന്താ കാരണം വെച്ചാൽ, യൂത്ത് കോൺഗ്രസ്സുകാർ കാണിച്ച ജനാധിപത്യ വിരുദ്ധമായൊരു പണിയാണ് ആ ഷൂസ് എറിയുക എന്നുള്ളത്. അത് രാഷ്ട്രീയമൊന്നുമല്ല, അത് സമരമല്ല, അത് കരിങ്കൊടി കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഷൂസ് എറിയാൻ അവകാശമല്ല. ആരുടെ നേരെ ഒന്നും എറിയാൻ പാടില്ല, പ്രത്യേകിച്ച് ഷൂസ് എറിയാൻ പാടില്ല. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് നേരെ ഷൂസ് എറിയുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തെ നിന്ദിക്കലാണ്. ആ തെറ്റായൊരു പണിയാണ് യൂത്ത് കോൺഗ്രസ് എടുത്തത്. അത് നാട്ടുകാരെ അറിയിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മുന്നണിക്കും ഗുണകരമായൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ തെറ്റായിട്ട് വന്നത്. അതാണ് ഗൂഢാലോചന എന്ന് പറയുന്നത്. തമാശ എന്നല്ല, എന്താ പറയുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും 10 വട്ടം ആലോചിക്കണം എന്ന് പറയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയായ സമയത്തുണ്ടായിരുന്ന ഒരു തമാശയുണ്ട്. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയണത്. എന്നുവെച്ചാൽ, ഇവിടെ ചില കോളേജ് മാഗസിനുകളിലൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ചില കാർട്ടൂണുകൾ, ചില കാരിക്കേച്ചർ, അവർ ചില ലേഖനങ്ങൾ, ചില കവിതകളൊക്കെ വന്നു. അത് കേസായി. എന്താ കേസ്? അത് പിന്നെ രാജ്യദ്രോഹമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ആരെയാണ് കേസിൽ പ്രതിയാക്കുന്നത്? കോളേജ് മാഗസിനിലെ സ്റ്റാഫ് എഡിറ്ററെ, സ്റ്റുഡൻറ്റ് എഡിറ്ററെ മാത്രമല്ല, സ്റ്റാഫ് എഡിറ്ററേയും കൂടി. സ്റ്റാഫ് എഡിറ്റർ സർവീസിലുള്ള ആളാണല്ലോ. അപ്പോൾ എന്തുണ്ടായി? കോളേജ് മാഗസിൻ വരുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരായിട്ടോ BJPക്കെതിരായിട്ടോ പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന വ്യക്തിക്കെതിരായിട്ടോ ഒന്നും ഇല്ല എന്ന് ഉറപ്പാക്കുന്ന പണി സ്റ്റാഫ് എഡിറ്റർമാരും പ്രിൻസിപ്പൽമാരും എടുത്തു തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് പത്രപ്രവർത്തകനായിരുന്ന ഒരാളാണ് ഞാൻ. അന്ന് ആരാ സെൻസർ ചെയ്യുന്നത്? സെൻസർ ഓഫീസർ അല്ല സെൻസർ ചെയ്യുന്നത്, നമ്മൾ തന്നെ സെൻസർ ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ സബ് എഡിറ്ററായിരുന്നു. നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയാൽ നാളെ സെൻസർ ഓഫീസിൽ നിന്ന് വിളി വരുമോ,
പോലീസ് കേസ് വരുമോ എന്ന് നോക്കിയിട്ട് അതിലെ വരികൾ വെട്ടുകയാണ്. അവരല്ല വെട്ടുന്നത്, ഇതിൽ വരില്ല എന്ന് ഉറപ്പാക്കുക. ഇതുപോലെ ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മൊത്തമുള്ള ഒരു വാണിംഗ് ആണ്. അഖില നന്ദകുമാറിൻ്റെത് എത്ര വലിയ കാര്യം, എത്ര വലിയ വിഡ്ഢിത്തമായിരുന്നു അവർക്ക് അനുഭവമുള്ളതാണ്. എന്നിട്ട് ഇത് ആവർത്തിക്കും. ഇതൊരു പോലീസ് ഓഫീസറുടെ മാത്രം പണിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അറിവോടും അനുവാദത്തോടും കൂടി നടക്കുന്ന ഒരു കാര്യമാണ്.